നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്കൂളോ കോളേജോ ഒക്കെ ആലോചിക്കുമ്പോൾ ഒരു മരമൊക്കെ നമ്മുടെ ഓർമ്മകളിലുണ്ടാവും അല്ലേ? ഒരു പ്രത്യേക മരം, അതിൻ്റെ തണൽ അല്ലെ, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. അപ്പോൾ ഈ സ്കൂളുകളിൽ പ്രത്യേകിച്ചും കാണുന്ന എപ്പോഴും തന്നെ കാണാവുന്ന ഒരു മരം എന്നത് നെല്ലിമരമാണ്. ഒരുപാട് സ്കൂളുകളിലുണ്ട്. അപ്പോൾ ആ നെല്ലിമരം ഉണ്ടെങ്കിൽ ആ നെല്ലിമരത്തിനെ എങ്ങനെ ഒരു ആഘോഷമാക്കാം എന്ന് ചിന്തിച്ച പക്ഷേ അപൂർവ സ്കൂളുകളേ ഉള്ളൂ. അങ്ങനെ ഒരു സ്കൂളാണ് കാസർഗോഡ് ചീമേനി നാലിലാം കണ്ടം ഗവൺമെൻറ് UP സ്കൂൾ. അപ്പോൾ അവിടെ ഒരു നെല്ലിയുണ്ട്. അപ്പോൾ ആ നെല്ലി നിറയെ നെല്ലിക്ക ഉണ്ടാകുമ്പോൾ അത് വിളവെടുക്കുന്നത് ആ നാട്ടുകാർക്ക് തന്നെ ഒരു ആഘോഷമാണ്, അല്ലെങ്കിൽ ഒരു നെല്ലിക്ക മഹോത്സവം എന്ന് തന്നെ വിളിക്കാവുന്ന നിലയിലാണ് ആ നാട്ടുകാർ തന്നെ അതിനെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത്. ഇത് ഇന്നലെ ഒന്നും തുടങ്ങിയ കാര്യമല്ല, 20 വർഷത്തിലേറെയായി ആ നെല്ലിമരം കാരണം ആ നാട് മുഴുവൻ ഒരുമിക്കുന്നു. നിറയെ കായ് നിറഞ്ഞ നെല്ലിമരങ്ങൾ, ഉത്സവ പ്രതീതിയിൽ നടക്കുന്ന നെല്ലിക്ക വിളവെടുപ്പ് വർഷങ്ങളായി നാലിലാം കണ്ടം ഗവൺമെന്റ് UP സ്കൂളിൽ തുടരുന്നതാണ് ഈ ജനകീയ ഉത്സവം. PTA അംഗങ്ങളും നാട്ടുകാരും കുട്ടികളും ചേർന്ന് നെല്ലിക്ക പറിക്കുകയും വൃക്ഷച്ചുവട്ടിൽ തുണി വിരിച്ച് ശേഖരിക്കുകയും ചെയ്തു. മുഴുവൻ കുട്ടികൾക്കും വിളവെടുപ്പിൽ പങ്കാളികളായ രക്ഷിതാക്കൾക്കും നെല്ലിക്ക വിതരണം ചെയ്തു. കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിനുള്ള അച്ചാറും അതേപോലെ ഉപ്പിലിട്ടത് അതുപോലുള്ള വിഭവങ്ങൾ ഒരുക്കി ഇനിയുള്ള ദിവസങ്ങളിൽ അവർക്ക് വിതരണം ചെയ്യും. അതോടൊപ്പം നെല്ലിക്ക നമ്മുടെ നിത്യജീവിതത്തിൽ എന്തൊക്കെ ഗുണങ്ങൾ ചെയ്യുമെന്നുള്ളതിൻ്റെ പ്രദർശനം, അതേപോലെ വിഭവങ്ങൾ പരിചയപ്പെടുത്തൽ ഒക്കെ ഇന്ന് നടക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ രക്ഷിതാക്കളും അതേപോലെയുള്ള നാട്ടുകാരുടെയും നല്ല സഹകരണമാണ് ഇപ്പോൾ ഉള്ളത്. മറ്റെങ്ങും എവിടെയും കാണാത്ത രീതിയിൽ സ്കൂൾ ഗ്രൗണ്ട് മുഴുവൻ 5-6 ഏക്കറോളം വരുന്ന സ്കൂൾ ഗ്രൗണ്ടിനകത്ത് പകുതിയോളം തന്നെ നമുക്ക് പറയാൻ പറ്റും നെല്ലിമരങ്ങളാൽ സമ്പുഷ്ടമാണ്. ആ നെല്ലിമരങ്ങളൊക്കെ ഓരോ വർഷവും നിറഞ്ഞ് കായ്ക്കുകയും അത് പറിച്ചെടുക്കുക ഒരു ആഘോഷമാക്കി തന്നെ അത് നാട്ടുകാരുടെയും PTA അംഗങ്ങളുടെയും അധ്യാപകരുടെയൊക്കെ കൂട്ടായ്മയോടുകൂടി അത് പറിച്ചെടുക്കുകയും സ്കൂളിനകത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആ ദിവസം അവിടെ എത്തുന്ന എല്ലാ നാട്ടുകാർക്കും അത് നൽകുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഈ സ്കൂളിനകത്ത് എല്ലാ വർഷവും നടന്നു വരികയാണ്. കുട്ടികൾ അവതരിപ്പിച്ച നാടൻ പാട്ടും നൃത്തവും നെല്ലിക്ക മഹോത്സവം കൂടുതൽ മികവുള്ളതാക്കി. 5 ഏക്കറിൽ വിശാലമായ ജൈവവൈവിധ്യ പാർക്കുള്ള സ്കൂളിൽ അപൂർവ ഇനം വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളുമുണ്ട്. അപൂർവങ്ങളായ ദേശാടന പക്ഷികളും ഉരകജീവികളുമടക്കം വ്യത്യസ്ത ജീവജാലങ്ങളുടെ ആവാസ വ്യൂഹം കൂടിയാണ് ഇവിടം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. കണ്ടില്ലേ, നല്ലോണം കാച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തനി നാടൻ നെല്ലിക്കയാണ്. അപ്പോൾ നല്ലോണം കയ്പുണ്ടാവും. കയ്പ് കൂടുമ്പോൾ വെള്ളം കുടിച്ചാൽ അതുപോലെ മധുരവും കിട്ടും. ഉപ്പിലിട്ട് വയ്ക്കാം, നല്ല അച്ചാർ കുട്ടികൾക്കെല്ലാം വീതിച്ചു കൊടുത്തു. അപ്പോൾ കുട്ടികൾക്ക് അച്ചാറുണ്ടാക്കാം, പിന്നെ ശർക്കരയൊക്കെ ഇട്ട് മധുരമുള്ള പോലെ നെല്ലിക്കയൊക്കെ ഉണ്ടാക്കുന്നത്, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ സാരംഗെ, എന്തായാലും നല്ല കാഴ്ചയാണ്. നേരത്തെ കുറേ കാലം മുമ്പ് നമ്മൾ ഈ കാഴ്ച പങ്കുവച്ചിട്ടുണ്ടെന്ന് എനിക്കൊരു ചെറിയ ഓർമ്മ. എന്തായാലും അത് തുടരുന്നു. ഇത്രയും വർഷമൊക്കെ ആയിട്ട് ആ മരങ്ങളെ സംരക്ഷിച്ച് കുട്ടികൾ അതിനെയൊക്കെ ഇഷ്ടപ്പെട്ട് പോകുന്നത് തന്നെ വളരെ നല്ല കാര്യമാണ്. പിന്നെ പറഞ്ഞ പോലെ 5 ഏക്കറിൽ ജൈവ വൈവിധ്യ പാർക്കുകളുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ ഒരു ഇഷ്ടവും കൂടെ തോന്നുന്നു ആ സ്കൂളിനോട്. പൊതുവെ സ്കൂളുകളിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും മികച്ച മാതൃകകൾ കാണുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അത് പങ്കുവെച്ച് കഴിക്കുന്ന ആ ഒരു രീതി, ആ ഒരു സംസ്കാരത്തിൻ്റെ ഒരു പുതിയ ഒരു കാഴ്ചപ്പാടായിട്ട് തന്നെ നമുക്ക് ഈ നെല്ലിക്ക ഉത്സവത്തിനെ അല്ലെങ്കിൽ ഈ നെല്ലിക്ക മഹോത്സവത്തിനെ കാണാൻ കഴിയും. ഇതിപ്പോൾ തുടർച്ചയായി 21ാം വർഷമാണ് നാലിലാം കണ്ടം സ്കൂളിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത്. അപ്പോൾ അവിടെ എത്തുന്ന മുഴുവൻ കുട്ടികൾക്ക് ഈ നെല്ലിക്ക മഹോത്സവത്തിൻ്റെ ഭാഗമായി നെല്ലിക്ക വിളവെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ആ നെല്ലിക്കകൾ പങ്കുവെച്ച് നിൽക്കുന്ന സമയത്ത് പങ്കുവെക്കലിൻ്റെ കൂടിച്ചേരലിൻ്റെയൊക്കെ തന്നെ ആ ഒരു സന്ദേശം ഈ വിളവെടുപ്പ് ഉത്സവത്തിനോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ആ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ നെല്ലിക്കകൾ കിട്ടുന്നുണ്ട്. എന്തായാലും ആ ഒരു നെല്ലിക്കയെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അപ്പോൾ അതുപോലെ തന്നെ അറിവിൻ്റെ കൂടിച്ചേരലിൻ്റെ സ്നേഹത്തിൻ്റെയൊക്കെ തന്നെ പാഠങ്ങൾ കുട്ടികൾ എപ്പോഴും മനസ്സിൽ ഉറച്ചു നിൽക്കുന്ന രീതിയിൽ തന്നെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം എന്നുള്ളൊരു കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് ഇത്തരത്തിൽ നെല്ലിക്ക മഹോത്സവം തുടർച്ചയായി 21ാമത്തെ വർഷം നടത്തുന്നത്. എന്തായാലും ഒരു മാതൃകയാണ്. കാരണം കുട്ടികളെ കൂടി കൃഷിയുടെ ഭാഗമാക്കുന്നു, കുട്ടികളെ കൂടിച്ചേരലിൻ്റെ കൂട്ടായ്മയുടെ ഐക്യത്തിൻ്റെയൊക്കെ തന്നെ ഭാഗമാക്കി മാറ്റുന്ന ഇത്തരം മഹോത്സവങ്ങൾ, കലോത്സവങ്ങൾ തന്നെയാണ് കൂട്ടായ്മ അല്ലേ, പ്രകൃതിയോടുള്ള അവരുടെ ഇഷ്ടം അതൊക്കെ വളർത്താൻ ഇത്തരം സംഭവങ്ങൾ ഇനിയും അവരുടെ ആ ജൈവ വൈവിധ്യ പാർക്കൊക്കെ കൂടുതൽ വിപുലമാകട്ടെ. ഇനിയും ഇത്തരം മഹോത്സവങ്ങൾ അവർക്ക് നടത്താൻ കഴിയട്ടെ.